പത്തനംതിട്ടയിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് റദ്ദാക്കി. ആരോപണങ്ങൾ തള്ളി ശ്രീനാദേവി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കർശന നടപടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തു എന്ന കണ്ടെത്തലിനെ തുടർന്ന് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഇവരുടെ പേര് കാർഡിൽ നിന്നും നീക്കം ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ നീക്കം. തുവയൂർ സ്വദേശികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സിവിൽ സപ്ലൈസ് അധികൃതർ അന്വേഷണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനും ചട്ടങ്ങൾ മറികടക്കാനുമായി ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ ക്രമക്കേട് നടത്തിയെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന് വ്യക്തമായതോടെയാണ് കാർഡ് റദ്ദാക്കാനുള്ള നടപടി ഉണ്ടായത്. എന്നാൽ തനിക്കെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. മുൻപ് CPI ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച താൻ പിന്നീട് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്ന് അവർ ആരോപിക്കുന്നു. കുടുംബപരമായ പ്രശ്നങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ചിലർ ചെയ്യുന്നത്. റേഷനുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ആരോപണം അടിസ്ഥാനരഹിതമാണ്. വീടിന്റെ താക്കോൽ മാറ്റിയതും രേഖകൾ നഷ്ടപ്പെട്ടതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗൂഢാലോചനയുണ്ട്. ഇതിനെ നിയമപരമായി തന്നെ നേരിടും, ശ്രീനാദേവി വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഭവം പുറത്തു വന്നതോടെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF രംഗത്തെത്തി. ജനങ്ങളെ കബളിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് ഇതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് LDF ആവശ്യം. അതേസമയം ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ കടുത്ത സമ്മർദ്ദത്തിലാണ്. ജില്ലയിലെ ഒരു പ്രമുഖ നേതാവിനെതിരെ ഉയർന്ന ഈ കണ്ടെത്തൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ശക്തമാണ്. വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയോട് പാർട്ടി ഔദ്യോഗിക വിശദീകരണം തേടിയേക്കും. പത്തനംതിട്ടയിലെ രാഷ്ട്രീയ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.